ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാനൈറു ബ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലിപ് ഷെയ്ഡ്സിൻ്റെ സ്വാച്ചസ് ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ലാക്മേയുടെ ലിപ് ഷെയ്ഡ്സ് ആണ്. എൻ്റെ കയ്യിലുള്ള ആ ഷെയ്ഡ്സ് എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആവുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഈ ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ നാക്ക് കുളുക്കുന്നു. ഓക്കെ, എല്ലാ സ്കിൻ ടോണിനും, അതായത് കളറുള്ള സ്കിൻ ടോണിന്, ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണിനും, മീഡിയം സ്കിൻ ടോണിനും, ഡസ്കി സ്കിൻ ടോണിനും, ഡീപ്പർ ഡസ്കി സ്കിൻ ടോൺസിനും ഒക്കെ ചേരുന്ന ലിപ് ഷെയ്ഡ്സ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ ചില സമയത്ത് കറക്കും, ചില സമയത്ത് കുറച്ച് നിറം വയ്ക്കും, പിന്നെ ചില സമയത്ത് വീണ്ടും കറുക്കും എന്ന് ഉദ്ദേശിക്കാൻ കറുത്തു പോകും, പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നിറം വയ്ക്കും. ആ ഒരു കാറ്റഗറിയാണ് ഞാൻ. പിന്നെ ഡീപ്പർ ഡസ്കി സ്കിൻ ടോൺ അല്ല, കുറച്ച് എന്നാൽ വെളുത്തതുമല്ല, നടുക്ക് നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറിയാണ് ഞാൻ. കറുത്തതുമല്ല വെളുത്തതുമല്ല, രണ്ടിൻ്റെ നടുക്കാണ്. പിന്നെ ചില സമയത്ത് നല്ലപോലെ ഫേസ് ഡിമ്മാവാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെയിലും കൂടുതൽ, ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ലൈറ്റ്സൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും അടിക്കുന്ന സമയത്ത് ഒരു ദിവസമെങ്കിലും സൺസ്ക്രീൻ ഇടാൻ മറന്നാൽ നമ്മുടെ സ്കിന്ന് ഡള്ളാവും. ഓക്കെ, അതിൻ്റെ ബ്ലൂ റേസ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്കിന്നിനെ ഡള്ളാക്കി കളയും. അപ്പോൾ ഫോറെവർ മെയ്റ്റ് ലിക്വിഡ് ലിപ് കളറിൻ്റെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 4 ഷെയ്ഡ്സ്, 4-5 ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അത്രയും ഷെയ്ഡ്സാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. അതായത് ഞാൻ ഇത്ര നാളും ഉപയോഗിച്ചേക്കുന്ന ലിപ്സ്റ്റിക്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്സാണ് ലാക്മേയുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നതും ലാക്മേയുടെ തന്നെയാണ്. ഇത് ഭയങ്കര നമുക്ക് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടു എന്നൊരു ഫീല് നമുക്ക് വരില്ല. എന്തോ ചുണ്ടിൽ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരില്ല. മീൻസ് കണ്ണാടി നോക്കുമ്പോഴല്ല, ചൂടുണ്ട് കേട്ടോന്നല്ലേ, കണ്ണാടി നോക്കുമ്പോഴല്ല നമുക്ക് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ആവില്ല, നമുക്ക് തോന്നില്ല. പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, എന്തായാലും ലിപ്സ്റ്റിക്കിൻ്റെ കളർ കൊണ്ട് മനസ്സിലാവുമല്ലോ. പക്ഷെ നമുക്ക് ചുണ്ടത്തെന്തോ അടിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത്. ഇത് എനിക്കിഷ്ടമാണ്. പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6 ml ആണ്, 5.6 ml ഉണ്ട് ഇത്. പിന്നെ നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് കാലാകാലം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുവാണെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. ലിക്വിഡ് ലിപ്സ്റ്റിക്സ് നമുക്ക് പെട്ടെന്ന് ക്വാണ്ടിറ്റി കഴിഞ്ഞു പോകും കേട്ടോ. അയ്യോ, ഓക്കെ. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചുണ്ട് കുറച്ചും കൂടെ വിടർത്തി പിടിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. പക്ഷേ ലിപ്സ്റ്റിക്ക് നമ്മുടെ വയറിൻ്റെ അകത്ത് പോകാത്ത രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, അങ്ങനെ കഴിക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് പൊതുവേ കഴിക്കാറ്. വെള്ളമൊക്കെ കുടിക്കുമ്പോൾ സ്ട്രോ ആണ് യൂസ് ചെയ്യാറ്. പിന്നെ കുപ്പിയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കുടിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തുറന്നിട്ട് നല്ലപോലെ അകത്ത് വെച്ച് കഴിക്കുക. ഓക്കെ, അല്ലാതെ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കൊക്കെ പോകും, വയറ്റിലും പോകും, ചുണ്ടിൽ നിന്നും പോകും, എല്ലാം പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയ്ഡ്സ് കാണാം. സോ എൻ്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇത് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ്. ഈ ഷെയ്ഡല്ല, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വളവളാന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വൈൻ ടച്ച് ആണ്. ഞാൻ ഇൻട്രോയിൽ ലിപ്സ്റ്റിക്കിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ അത് പോയിട്ട് കേൾക്കുക. ഇത് ആ പേര് പോലെ തന്നെ നല്ലൊരു വൈൻ കളറാണ്, എല്ലാ സ്കിൻ ടോൺസിനും ചേരും കേട്ടോ. സൂപ്പർ ലിപ്സ്റ്റിക്കാണ് ഇത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്രൗൺ എസ്പ്രസോ. അയ്യോ, എന്ത് ഭംഗിയുള്ള ഷെയ്ഡാണെന്ന് അറിയാമോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എൻ്റെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഷെയ്ഡ് ഇടുന്ന സമയത്ത്. നമ്മൾ ഒരുപാട് അടിച്ചാൽ ഇത് കറുത്തു പോവും, കുറച്ച് അത്യാവശ്യം ഭംഗിക്ക് ഇടുക. ഓക്കെ, ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ബ്രൗൺ കളറാണ്. നമുക്കൊരു ബോൾഡ് ലുക്കൊക്കെ തരുന്ന നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷെയ്ഡ് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് റെഡ് സാങ്ക്രിയ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. വീഡിയോക്ക് ഒരു മൂഡൽ ഉണ്ടാകും. ഇത് കറണ്ട് പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്, അപ്പോൾ ആ മൂഡൽ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതും നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ്. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് പുറത്ത് പോയാലൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട് കേട്ടോ, പാർട്ടിക്ക് മാത്രമൊന്നുമല്ല, കാരണം നമ്മുടെ ഫേസിന് ഭംഗി തരണമല്ലോ. ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ എപ്പോഴും ചേരുക റെഡ് അണ്ടർടോണിൽ വരുന്ന അല്ലെങ്കിൽ ബ്രൗൺ അണ്ടർടോണിൽ വരുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മുടെ ഫേസ് കുറേ കൂടെ ബ്രൈറ്റ് ആവും. ഈ പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ് വിട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആവും.
ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മോവ് എസ്കസിറ്റി. എൻ്റെ പൊന്നോ, എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊക്കെ ഞാൻ മേക്കപ്പ് ഇല്ലാതെയാണ് കേട്ടോ സ്വാച്ചസ് കാണിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഷെയ്ഡാണ്. ഒരു റോസ്, പിങ്ക്, റെഡ്, പർപ്പിൾ മിക്സാണ് ഈ ഷെയ്ഡ്. അപ്പോൾ എല്ലാവരും ഈ 4 ഷെയ്ഡും ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ.